ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കർണാടക സ്റ്റൈലിലെ ഒരു രസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റും വെറുതെ ഇങ്ങനെ കുടിക്കാനും നല്ല രസമായത്. അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്കറിയാവുന്ന ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പം ഈ കർണാടക സ്റ്റൈലിലെ തക്കാളി രസം തയ്യാറാക്കാനായിട്ട് ഒരു 4 തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത 4 തക്കാളി എടുത്ത് ഇതുപോലെ ഇതിനെ ഒന്ന് കട്ടിയിട്ട് കൊടുക്കണം. തക്കാളിയുടെ എണ്ണ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസിൽ ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കട്ടിട്ട് കൊടുത്ത തക്കാളിയൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു കപ്പാണ്, ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇച്ചിരി പുളിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തക്കാളിയും ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. തക്കാളി വേകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു രസത്തിൻ്റെ പൊടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂണ് മുഴുവനോടെയുള്ള മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി ഉലുവയുടെ അളവ് കൂടി പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവനോടെയുള്ള കുരുമുളകാണ്. ഇതിലേക്ക് 1/4 സ്പൂണും അല്ല 1/2 സ്പൂണും അല്ല, അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും പുളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ വെക്കാം. 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നമ്മുടെ തക്കാളിയും പുളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട തക്കാളിയുടെ ആ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. യാതൊരു വശാലും ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഒരു കല്ലിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിക്കകത്തൊന്നും ഇടരുത്, ഇതുപോലെ തന്നെ കല്ലിൽ തന്നെ പൊടിച്ചെടുത്താലാണ് ആ നല്ല ടേസ്റ്റ് കിട്ടുക. നമുക്ക് പൊടിച്ച പൊടീനെ നമുക്ക് എടുത്ത് മാറ്റി വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ കല്ലിലേക്ക് തന്നെ നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളി ആയ കാരണം ഒരു 5-6 അല്ലി എടുത്തത്, ഇല്ലെങ്കിൽ ഒരു 10 അല്ലിയൊക്കെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും രസത്തിന്. അപ്പോൾ ചതച്ച വെളുത്തുള്ളി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ വേവിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയെല്ലാം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്താലും തക്കാളിക്ക് കുറച്ച് ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ആ തക്കാളി ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയിലുള്ള തൊലിയൊക്കെ നമുക്ക് എടുത്തൊന്ന് മാറ്റാം. ഇതിനായിട്ടാണ് നമ്മൾ ആ ഒരു കട്ട്സ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തൊലി നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ആ തക്കാളിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളൊന്ന് തിരുമ്മി സ്മാഷ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്താലും മതി. അതിൽ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. എന്നാലാണ് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ കണ്ട നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് സ്മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ തക്കാളിയും പുളിയും കൂടെ വേവിച്ച ആ വെള്ളം ഈ തക്കാളി കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് തൊലിയും പുളിയൊക്കെ ഉണ്ട്, അതൊന്നും ഒഴിക്കേണ്ട, ആ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പുളി കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഞെരടി പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടെ നമുക്ക് ഈ തക്കാളി കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ തക്കാളി വേവിക്കാൻ നേരത്ത് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു. ഇപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ പുളിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിനി കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് മൊത്തത്തിൽ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഈ രസത്തിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ പൊടിയുണ്ടല്ലോ, ആ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് മല്ലിയില, ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പാകത്തിന് ഉപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിന് നന്നായിട്ടൊരു നമ്മൾ താളിച്ച് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രസത്തിനൊരു വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് കടുകും ഒരു കുറച്ച് ജീരകവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ഇതുപോലെ പൊളന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറവ് കൊടുക്കണം. ഇതൊന്ന് വറന്ന് ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഈ സ്റ്റേജിൽ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാലയുടെ പൊടിയൊക്കെ അടിയിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്നിട്ടിത് നമുക്ക് തിളയ്ക്കാനായിട്ട് വിടാം. ഇതുപോലെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നമ്മുടെ രസം. തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നല്ലപോലെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പറായിട്ടുള്ള കർണാടക സ്റ്റൈല് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വെറുതെ ഇതിങ്ങനെ തന്നെ കുടിക്കാനും നല്ല രസമാണ്. ഡൈജഷനൊക്കെ നല്ലതാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വേറെ കറിയൊന്നും വേണ്ട. ഒരു പപ്പടമോ ഒരു അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഒരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ.